നമ്മൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങി പാലക്കാട് എത്താനായിട്ടൊരു 15 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടായിട്ട് ഇവിടെ മേക്കപ്പും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ. ജീവിതത്തിൽ ആദ്യത്തെ ഇനോഗ്രേഷന് പോണ സമയത്ത് അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് കുട പിടിച്ചിറങ്ങേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. ഓൾറെഡി പേടിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഐ ഹവ് നെവർ ഡൺ ആൻ ഇനോഗ്രേഷൻ ബിഫോർ. എനിക്ക് സിനിമ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് വന്ന സമയത്ത് ടെൻഷൻ കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചൊരു പരിപാടിയാണ് ഇനോഗ്രേഷൻ. ഇതാണ് ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് ഇനോഗ്രേഷൻ ഇൻ മൈ ഹോൾ ലൈഫ്. ആൻഡ് ഓൾറെഡി നല്ല നെർവസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കൂടെ പ്രകൃതിയുടെ വരദാനമായ മഴയും കൂടി ഇതിൻ്റെ കൂടെ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ രാവിലെ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എറണാകുളത്ത് നിന്ന് ഇറങ്ങി അത് പാലക്കാട് ടൗണിലെത്താനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടി ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തി ജസ്റ്റ് കുറച്ച് നേരം ചില്ല് ചെയ്തൊന്ന് കാം ഡൗൺ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്കൈ ഫോൺസിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ആൻഡ് ബൈ ദ വേ ദിസ് ഈസ് മൈ വെരി ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഞങ്ങൾ എന്തായാലും ലൈഫിലൊരു സ്പെഷ്യൽ മൊമെൻറ്റ്, വെരി ഫസ്റ്റ് ഇനോഗ്രേഷൻ റൈറ്റ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടുള്ള ഇനോഗ്രേഷൻ ജീവിതത്തിൽ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഒക്കേഷനെ ഒരു വ്ളോഗായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു പ്ലാനിലേക്ക് ആണ് ഈ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 1600 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ ഇത് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായിരിക്കും ഈ വീഡിയോ വരാം. ബൈ ദ വേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെന്താ, ഇവിടെ നിന്ന് നല്ല നെല്ലിയാമ്പതിയുടെ മലനിരകളുടെ ഒരു അടിപൊളി വ്യൂ ഒക്കെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മഴ എന്താണ് പിന്നെ ഒരു സ്പെഷ്യൽ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇടുന്നൊരു അറ്റയറിലൊരു ട്രിബ്യൂട്ട് ഉണ്ട്. ഓൾറെഡി ഇനോഗ്രേഷൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ എൻ്റെ എവിക്ഷൻ എപ്പിസോഡിലിട്ട സെയിം കോസ്റ്റ്യൂമാണ് ഇന്ന് വീണ്ടും ഇടാൻ പോകുന്നത്. ടോപ്പ് ടു ബോട്ടം ഷൂ അടക്കം കംപ്ലീറ്റ് സെയിം കോസ്റ്റ്യൂമാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എനിക്ക് മനസ്സിനൊരു സുഖം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ബേസിക്കലി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ എൻ്റെ ഈ ഒരു ലൈഫ് മുമ്പോട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു അപ്പിയറൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സെയിം കോസ്റ്റ്യൂം തന്നെ ഇട്ടത്. ഓൾമോസ്റ്റ് സെയിം കളർ ഇട്ടിട്ട് വേറൊരാളും കൂടി ഉണ്ട്. എൻ്റെ എവിക്ഷനിലിട്ട് സെയിം കോസ്റ്റ്യൂമിൻ്റെ ഏകദേശം സെയിം കളറിലുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് ജാസ്മിൻ ഇട്ടിട്ടുള്ളത്. സോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സ്പെഷ്യൽ സംഭവം ക്യൂട്ട്. അപ്പം അങ്ങനെ പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ഷെയർ പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോട്ടെ. കഴിഞ്ഞ അരമണിക്കൂർ നേരമായിട്ട് ഞങ്ങൾ പാലക്കാട് ഹൈവേയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മേക്കപ്പ് ഇടാൻ ചിലപ്പോ അവരെന്നെ ചോദിക്കും പക്ഷെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, മഴ നമ്മൾ ഇറങ്ങാൻ നേരത്ത് മഴ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്ത് മഴയും വെയിലും ഒരുമിച്ച്. ഞാൻ ബേസിക്കലി ഒരു നല്ല മഴയെ പ്രണയിക്കുന്ന ഒരാളാണ്. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാറി നിന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല മഴയുണ്ടല്ലേ, നല്ല കിടിലൻ മഴ. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. വാവ്. സത്യം പറഞ്ഞിട്ടല്ലേ ഈ സാധനം എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് ഞാൻ ദുബായിൽ ചെന്നപ്പോ ഐബ്രോ പെൻസിൽ വാങ്ങിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ഐബ്രോ വരച്ചതിന് ശേഷം ഈ സാധനവും കൂടെ എനിക്ക് ഇങ്ങനെ വരച്ചായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓ ഇത് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. അങ്ങനെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പെട്ടെന്ന് തന്നെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും. നീ ഒരുങ്ങുന്നില്ല? ഐ ലൈക്ക് ദ വ്യൂ. നീ ഒരുങ്ങുന്നില്ല? ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ജാക്കറ്റ് ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ലിപ്സ്റ്റിക് വേണോ? ആകാശത്ത് നല്ല മഴ, താഴെ മേക്കപ്പ്, മഴ, മേക്കപ്പ്, മഴ. എന്റെ ലിപ്സ്റ്റിക് കാണുന്നില്ല. എനിക്ക് ജാൻമണി ചേച്ചി ഇന്നലെ തന്ന